കാർഷിക ജില്ലകളുടെ വികസനത്തിന് 24,000 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര മന്ത്രിസഭ പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജനയ്ക്ക് അംഗീകാരം നൽകി. നിലവിലുള്ള 36 പദ്ധതികൾ സംയോജിപ്പിച്ച് 100 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു ജില്ല തിരഞ്ഞെടുക്കും. അന്താരാഷ്ട്ര നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയ ശുഭാംശു ശുക്ലയെ മന്ത്രിസഭ അഭിനന്ദിച്ചു. പി ബസന്തുണ്ട്. ബസന്ത്, കേരളത്തിനടക്കം ഈ പദ്ധതിയുടെ ഗുണങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് 24,000 കോടിയുടെ കാർഷിക വികസന പദ്ധതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ? പ്രതീക്ഷ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭയാണ് കാർഷിക മേഖലയിൽ 24,000 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന നിലവിലുള്ള 11 മന്ത്രാലയങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 36 പദ്ധതികൾ സംയോജിച്ചിട്ടാണ് ഈ യോജന ആരംഭിക്കുന്നത്. 100 ജില്ലകളിൽ, അത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആയി 100 ജില്ലകളിലായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. 1,70,00,000 കർഷകർക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. ഇക്കൊല്ലം മുതൽ 6 കൊല്ലത്തിനുള്ളിൽ ഇത് നടപ്പാക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു പദ്ധതിയായിട്ടാണ് സർക്കാർ ഇതിനെ വിഭാവന ചെയ്യുന്നത്. അതായത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും സംരംഭങ്ങളും സർക്കാർ ഒരുക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹരിത ഊർജ ഉൽപാദന രംഗത്ത് 20,000 കോടി രൂപയാണ് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. NTPCയുടെ കീഴിലുള്ള NTPC ഗ്രീൻ ലിമിറ്റഡിനാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഹരിത ഊർജ ലിമിറ്റഡ് കോർപ്പറേഷനും ഇന്ത്യ റിന്യൂവബിൾസ് എന്നുള്ള ഹരിത ഊർജ കോർപ്പറേഷനും പണം നൽകിയിട്ടുണ്ട്. 7,000 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആക്സിയോം 4 അന്താരാഷ്ട്ര ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയെ കേന്ദ്ര മന്ത്രിസഭ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. ശരി, ബസന്താണ് കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്.